അധ്യായം 3. മറന്നുപോയ കഥ. ജനാലയുടെ ഗ്ലാസിൽ കണ്ട ആ മുഖം നിഖിലിൻ്റെ മനസ്സിൽ നിന്ന് മാറിയില്ല. അവനുടനെ പടികളിറങ്ങി വീടിനു പുറത്തേക്കോടി. പുറത്തുള്ള തണുത്ത കാറ്റ് മുഖത്ത് തട്ടിയപ്പോൾ മാത്രമാണ് അവൻ അല്പം ശാന്തനായത്. ഇതെങ്ങനെ സാധിക്കും? അവൻ സ്വയം ചോദിച്ചു. അന്ന് രാത്രി അവൻ ഗ്രാമത്തിലെ ചെറിയ ഒരു ലോഡ്ജിൽ താമസിച്ചു. പക്ഷേ ഉറങ്ങാൻ അവന് കഴിഞ്ഞില്ല. ആ നീലക്കണ്ണുള്ള പെൺകുട്ടിയുടെ മുഖം വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവൻ ഗ്രാമത്തിലെ ആളുകളോട് ആ വീടിനെക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. വീണ്ടും അതേ ചായക്കടയിലെത്തി. കടക്കാരൻ അവനെ കണ്ടപ്പോൾ അമ്പരന്നു. "നീ ഇന്നും ഇവിടെ തന്നെയാണോ? ഇന്നലെ രാത്രി ആ വീട്ടിൽ പോയോ?" നിഖിൽ അല്പം മടിച്ചു. "അതെ, ഞാൻ അവിടെ പോയി." കടയിലെ ആളുകളെല്ലാം അവനെ നോക്കി. "എന്തെങ്കിലും കണ്ടോ?" ഒരാൾ ചോദിച്ചു. നിഖിൽ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്ന ശേഷം പറഞ്ഞു, "അവിടെ ഒരു പെൺകുട്ടിയുടെ മുഖം ഞാൻ കണ്ടു. അവൾക്ക് നീല കണ്ണുകൾ." അത് കേട്ടതും കടയിലെ നിശബ്ദത കൂടുതൽ ഭയങ്കരമായി. "അവളെ നീ കണ്ടുവോ? ആരാണവൾ?" നിഖിൽ ചോദിച്ചു. അയാൾ കസേരയിലിരുന്നു ഒരു പഴയ കഥ പറയാൻ തുടങ്ങി. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഈ ഗ്രാമത്തിൽ മീര എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് നീല നിറമുള്ള കണ്ണുകളായിരുന്നു. ഗ്രാമത്തിൽ ആരും അങ്ങനെയുള്ള കണ്ണുകൾ കണ്ടിട്ടില്ല. മീര വളരെ സുന്ദരിയും നല്ല മനസ്സുള്ളവളുമായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ ചിലർ അവളെ ഭയപ്പെട്ടു. അവൾ ഒരു ശാപം കൊണ്ടുവന്നവളാണെന്ന് അവർ വിശ്വസിച്ചു. നിഖിൽ ശ്രദ്ധയോടെ കേട്ടു. ഒരു ദിവസം ഗ്രാമത്തിൽ ചില ദുരന്തങ്ങൾ സംഭവിച്ചു. പശുക്കൾ മരിക്കാൻ തുടങ്ങി, കൃഷി നശിച്ചു. ആളുകൾ അതിൻ്റെ കാരണം മീരയാണെന്ന് കരുതി. അവർ എന്തു ചെയ്തു? നിഖിൽ ചോദിച്ചു. അയാൾ തുടർന്നു. അവളെ ആ കുളത്തിനരികിലെ വീട്ടിൽ പൂട്ടിയിട്ടു. നിഖിൽ അമ്പരന്നു. പിന്നെ? ഒരു ദിവസം രാത്രി വലിയ മഴ പെയ്തു. അടുത്ത ദിവസം ആളുകൾ അവിടെ പോയപ്പോൾ മീര ഇല്ലായിരുന്നു. അവൾ എവിടെ പോയി? ആർക്കും അറിയില്ല. പക്ഷേ അതിനുശേഷം ആ വീട്ടിൽ നീല കണ്ണുകൾ പലരും കണ്ടിട്ടുണ്ട്. നിഖിലിൻ്റെ ശരീരത്തിൽ രോമാഞ്ചം പടർന്നു. അവർ ഇന്നലെ കണ്ടത് ആ പെൺകുട്ടിയുടെ ആത്മാവാണോ? അപ്പോൾ അപ്രതീക്ഷിതമായി കടക്കാരൻ പറഞ്ഞു, "ഇനിയും ഒരു കാര്യമുണ്ട്." "എന്ത്?" നിഖിൽ ചോദിച്ചു. "ആ വീട്ടിൽ മീരയെ അവസാനമായി കണ്ടത് ഒരാളാണ്. അവനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു." "ഫോട്ടോഗ്രാഫറോ?" നിഖിൽ അമ്പരന്നു. കടക്കാരൻ തലകുനിച്ചു. "അതെ, നിന്നെ പോലെ തന്നെ." ആ വാക്കുകൾ കേട്ടപ്പോൾ നിഖിലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. കാരണം അവൻ തൻ്റെ ക്യാമറ തുറന്ന് ഇന്നലെ എടുത്ത ചിത്രം വീണ്ടും നോക്കി. അപ്പോൾ അവൻ ഒരു പുതിയ കാര്യം ശ്രദ്ധിച്ചു. ചിത്രത്തിൽ ആ പെൺകുട്ടി ജനലിനുള്ളിൽ മാത്രം നിൽക്കുന്നതല്ല. അവൾ പതുക്കെ പതുക്കെ ക്യാമറയിലേക്ക് അടുത്തു വരുന്നത് പോലെ അവന് തോന്നി.